യഹോവ ഭക്തനായ പുരുഷനാര് അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. ഈ അടിസ്ഥാനത്തിൽ നാം ഇങ്ങനെ പഠിക്കുകയാണ്, ഇങ്ങനെ ധ്യാനിക്കുകയാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവൻ്റെ തീരുമാനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് വീഴുന്നു. ഒന്നുകൂടെ പറയാം, ഇന്നെടുക്കുന്ന തീരുമാനം ഇഫക്റ്റ് ആകുന്നത് 10 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ, 20 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ അത് കണ്ടുകൊണ്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ് എനിക്കില്ല. ഒരു പക്ഷേ വൻകിട ബിസിനസ്സുകാർക്കുണ്ടായിരിക്കും. ഇപ്പം ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം 20 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റിയാൽ, പലചരക്കും പച്ചക്കറിയും മീനും ഇറച്ചിയും തുണിയും മണിയും എൻ്റെ തന്നെ സ്റ്റീലും ലോകത്തിൽ എന്തെല്ലാം ഒരു മനുഷ്യൻ വേണോ അത് മുഴുവനും ഒരു കെട്ടിടത്തിനകത്തെന്ന് പറയുന്ന സിസ്റ്റം വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ച മനുഷ്യരാണ് ലുലു തുടങ്ങിയുള്ള സ്ഥാപനങ്ങളുടെ ശില്പികൾ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലുണ്ടായിരുന്നു. അമേരിക്കയിലെ ഹൈവേയിലൂടെ അവിടുത്തെ പ്രധാന സൂപ്പർ മാർക്കറ്റുകളുടെ ലോറി ട്രക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കമ്പ്യൂട്ടറിൽ അറിയും ഏത് സാധനം ഏത് സ്റ്റോളിലാണ് കുറവുള്ളതെന്ന്. അവിടേക്ക് ലോറി കയറി സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്രകാരം ബിസിനസ്സുകാർക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ഇന്നത്തെ ഈ വിമാനം എന്ന് പറയുന്ന സിസ്റ്റം 20 കൊല്ലം കഴിയുമ്പം വേറെന്തെങ്കിലും ആയിരിക്കും. അത് കണ്ടുകൊണ്ട് ഇപ്പോഴേ ചെയ്യാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നമ്മുടെ വിഷയം, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ തീരുമാനമെടുക്കാൻ ദൈവം സഹായിക്കും. അവൻ പൊട്ടനായിരിക്കും, പക്ഷെ ദൈവം പൊട്ടനല്ല. അപ്പം അതാ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം. നമ്മൾ ഇന്ന് കാണുന്ന അബ്രഹാമിനെയും ലോത്തിനെയുമാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ടു, തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഇപ്പോൾ ഭയങ്കര പണച്ചാക്കാണ് അബ്രഹാം. തന്നോടുകൂടെ ലോത്തും. ദൈവവിളി കേട്ട് പോവുക. ദൈവവിളി കേട്ട് പോകുന്നവരെല്ലാം 10 പൈസ പോക്കറ്റിലില്ലാത്തവരായിരിക്കണം എന്നാരെങ്കിലും ശഠിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ പുസ്തകത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ അവർ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാമിനോടുകൂടി വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവരൊന്നിച്ചു പാർക്കാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു. അതുപോലെ ഈ മൃഗങ്ങളെ കൊണ്ടൊന്ന് കെട്ടണ്ടേ? അത് 100 എണ്ണമാണെങ്കിൽ ഇത്ര ഏറിയ, 200 ആണെങ്കിലോ 1000 ആണെങ്കിലോ അപ്പൊ ഏറിയ തികയാതെ വന്നു. അബ്രഹാമിന്റെ കന്നുകാലിയുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കുണ്ടായി. ഇതിനെയെല്ലാം കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നിടത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളായി. ഇതൊക്കെ ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഈ പ്രശ്നം വലുതാക്കി ആര്? ലോത്ത്. അതോ ലോത്തിന്റെ ഭാര്യയാണോ? ഭാര്യയാകാനാ സാധ്യത. ചില സഹോദരിമാര് കുടുംബത്തിലെ സഹോദരങ്ങളെ തമ്മി തല്ലിക്കും. ഒറ്റ പാത്രത്തിൽ നിന്ന് വാരി തിന്നുകൊണ്ടിരുന്ന ചേട്ടാനിയന്മാരെ കണ്ടാമിണ്ടാത്ത പോലെ ആക്കി കളഞ്ഞു ചേട്ടൻ പെണ്ണ് കിട്ടിയപ്പം. വന്ന പുള്ളിക്കാരത്തിയുടെ ബുദ്ധി അത്. എന്നോടൊരു സ്ത്രീ പിന്നത്തേതിൽ 50 വയസ്സിന് ശേഷം അനുദപിച്ചു വന്ന് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. പോട്ടെ, നമ്മുടെ വിഷയം. ഈ വിഷയം വൃദ്ധനായ മക്കളില്ലാത്ത ഭക്തനായ അബ്രഹാമിന്റെ അടുക്കലെത്തി. അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ.
ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇരിക്കുന്നു, എന്നെ വിട്ട് പിരിഞ്ഞാലും. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം വന്നു. ഇവർ തമ്മിൽ പിരിയുവാണേ. അബ്രഹാം പറഞ്ഞു, നീ വലത്തോട്ട് പോണേ പൊക്കോ, ഞാൻ ഇടത്തോട്ട് പോക്കോളാം. നീ ഇടത്തോട്ട് പോണേ പൊക്കോ, ഞാൻ വലത്തോട്ട് പോക്കോളാം. വെറുതെ നമ്മളിങ്ങനെ തമ്മിത്തല്ലുണ്ടാക്കണ്ട. നല്ലൊരു ഡിസിഷനല്ലേ? വിശ്വാസികളാണെങ്കിലും പാസ്റ്റർമാരാണെങ്കിലും സഭാ നേതൃത്വമാണെങ്കിലും എന്തിന് രാഷ്ട്രീയക്കാരാണെങ്കിലും എന്തിനിങ്ങനെ എപ്പോഴും തമ്മിത്തല്ലുന്നേ? ഓക്കെ, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണേ. നോക്കൂ, തീരുമാനം എടുക്കേണ്ട സമയം വരിക. അപ്പം നമ്മൾ ആരായാലും ആലോചിച്ച് കണ്ണ് തുറന്ന് ബുദ്ധിയോടെ തീരുമാനം എടുക്കണം, അല്ലേ? അബദ്ധം പറ്റരുത്. വാക്യം 10. അപ്പോൾ ലോത്ത് നോക്കി ഏറ്റവും ഫെർട്ടൈലായിട്ടുള്ള ഫലപുഷ്ടമായിട്ടുള്ള സ്ഥലം കണ്ടു, ആ വഴിക്ക് തിരിഞ്ഞു. വയസ്സായ അബ്രഹാമിന് ബോധമില്ലല്ലോ, എന്തേലും കിട്ടിയാൽ മതിയല്ലോ എന്ന് വെച്ചു. നമ്മുടെ സമയം അതിവേഗം പോവുക. എന്ത് സംഭവിച്ചെന്നറിയാമോ? ലോത്ത് സെലക്ട് ചെയ്ത മണ്ണ് ഏറ്റവും നല്ലതാണ്, ഏദൻ തോട്ടം പോലെയുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ പാർക്കുന്ന മനുഷ്യരുടെ അകൃത്യ നിമിത്തം ദൈവം ആ ദേശത്തിന്മേൽ തീയും ഗന്ധകവും അയച്ച് കത്തിച്ചു. പിന്നത്തേതിലത് ചാവുകടലായി മാറി. ഇങ്ങനെ ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അബ്രഹാം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. വാക്യം 14. ലോത്ത് അബ്രഹാമിനെ വിട്ടു വിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മുടെ വിഷയം? തീരുമാനമെടുക്കാൻ നേരത്ത് ദൈവം നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിതയാത്ര വലിയ നഷ്ടമായിരിക്കും. ലോത്തിന് ഭാര്യ നഷ്ടപ്പെട്ടു, ഉപ്പുതൂണായിട്ട് നിപ്പുണ്ട്. ഇങ്ങനെ ഒരു ഉപ്പുതൂണ് പോലെ ഭാര്യയെ ആർക്ക് വേണം? പെൺമക്കൾ വെറും വൃത്തികെട്ട ഒരു ലൈഫിലേക്ക് പോയി, തലമുറ ശപിക്കപ്പെട്ടു പോയി. തീരുമാനം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായം ലഭിക്കണം. യഹോവഭക്തനായ പുരുഷനാര്? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഈ വചനം കേട്ടവർക്ക് തീരുമാനമെടുക്കാൻ കൃപ നൽകണേ. യേശുവിൻ നാമത്തിൽ ആമേൻ.